അതുപോലെ ഒരു പ്രാക്ടിക്കലായിട്ട് കുറച്ച് വിഷയങ്ങൾ ഞാൻ അവിടെയും പഠിച്ചു. I feel I should thank my mom in taking such decisions and making me to realize the seriousness in life. തുടക്കത്തിൽ ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അന്നുണ്ടായിരുന്ന കൃഷ്ണ തേജ എന്ന് പറയുന്ന വ്യക്തിയും അതിനുശേഷം കുറച്ചുകൂടെ പീപ്പിൾ ഓറിയന്റഡ് ആവുന്നു. ഇപ്പോൾ ആൾക്കാരുടെ നടുവിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടുന്നു. അപ്പോൾ ഈ രണ്ട് വ്യക്തികളെ ഒന്ന് കമ്പയർ ചെയ്യുമ്പം ആ ഒരു ട്രാൻസിഷൻ ഇല്ലേ, അതെങ്ങനെയായിരുന്നു? എനിക്കറിയില്ല എങ്ങനെ ട്രാൻസിഷൻ ആയോ. മേ ബി എവറി ഇൻസ്റ്റൻറ്റ് മെയ്ഡ് മീ to come out, but today I was not that introvert. കുറച്ചുകൂടെ ആൾക്കാരോടൊക്കെ സംസാരിക്കാനും പെരുമാറാനും ഒക്കെ. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴും ആരോടൊപ്പം സറൗണ്ട് ചെയ്യുന്നു. സംസ്കൃതത്തിൽ തന്നെ നമ്മൾ പറയില്ലേ, സംസർഗജ ദോഷഗുണാം ഭവന്തി. ആരോടുകൂടെയാണോ നമ്മൾ സംസർഗം ചെയ്യുന്നത്, ആരോടാണോ ഇന്ററാക്ട് ചെയ്യുന്നത്, അവരുടെ നല്ല ഗുണങ്ങളും ചീത്ത ഗുണങ്ങളും നമുക്ക് കിട്ടും. അപ്പോൾ എപ്പോഴും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ്, നമ്മൾ ശത്രുക്കൾ എന്ന് പറയുന്ന ആൾക്കാരെ അങ്ങ്